ഹലോ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോഴേക്കും അരിയും അനിയനും വന്നിട്ട് എന്നെ വിളിച്ചു. വേറെ ഒന്നിനുമല്ല. അതിന്റെ അമ്മങ്ങൾ എന്ത് വർത്താനമ്മ? അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു 6-7 വർഷം മുന്നേയുള്ള ഫോണായിരുന്നു. മുന്നേ അല്ല, അതിന് മുന്നുള്ള ഫോണായിരുന്നു അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല കേടായിരുന്നു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒന്നും കിട്ടില്ല. മെയിനായിട്ട് അമ്മയ്ക്ക് കുടുംബശ്രീൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും അറിയാൻ പറ്റാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹരി അനിയനും കൂടെ വണ്ടൂർ പോയി മൈജിയിൽ കയറിയിട്ടൊരു ഫോൺ വാങ്ങിച്ചു. നല്ല ഫോണായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. അവർ രണ്ടുപേരും പോയപ്പോൾ പക്ഷെ അമ്മ ആ സന്തോഷത്തിലേക്ക് അത് ഓപ്പൺ ചെയ്തു. ഫോണൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തിനാ ഇപ്പോൾ വാങ്ങിച്ചേന്നുള്ളതായിരുന്നു അമ്മേൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ കല്യാണമൊക്കെ ആയില്ല, ഇപ്പോൾ ഒരുപാട് ആവശ്യമുണ്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ അനിയന്മാർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് അച്ഛൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഹരിയും കൂടെയാണ് കേട്ടോ വാങ്ങിച്ചു തന്നെ. അപ്പം അനിയനും കൂടിയാണ് കൂടെ പോയി വാങ്ങിയതെങ്കിലും ഞങ്ങൾ അത് വാങ്ങിച്ച് അമ്മേൻ്റെ കൈ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഫോണില്ലാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പരാതിയായിരുന്നു. അപ്പോൾ ഫോണൊക്കെ കയ്യിൽ കിട്ടിയ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ കുടുംബശ്രീയിലൊക്കെ കാര്യങ്ങൾ അറിയാം. കുടുംബശ്രീ അമ്മ തൊഴിലുറപ്പിന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകാൻ പറ്റില്ല എന്നുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫോൺ ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി കേട്ടോ. വിവോ ആണോ ഞൈക്കോ ആണോ എന്തോ എനിക്കറിയില്ല, ഓർമ്മയില്ല. പക്ഷേ അടിപൊളി ഫോണായിരുന്നു. പിന്നെ കൂടെ ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മൈജിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങട്ടോ. അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ബോക്സാണ് തോന്നുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞത് കിട്ടിയപ്പോൾ തന്നെ എനിക്കത് എൻ്റെ മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്മയ്ക്ക് അത് തൊഴിലുറപ്പിന് കൊണ്ടുപോകുമ്പോൾ ചോറും കറിയൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ അത് സേഫായിട്ട് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ അതിലേറെ സന്തോഷം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ചെറുതാണെങ്കിലും ചെറിയൊരു വിലേൻ്റെ കാര്യമായാലും പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വാങ്ങിച്ചു കൊടുത്താൽ അമ്മയും അതിൽ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.